ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വല്ലതും ഓർഡർ ചെയ്തോ? ഇല്ല, താങ്കൾ വന്നിട്ടാകാന്ന് കരുതി. ഓടെ സർ. ആ 20 ചപ്പാത്തി. അത്രയും വേണം. സാറ് പേടിക്കണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. വേറെ സർ? ബോൺലെസ് ചില്ലി ചിക്കൻ 4 ഫുൾ. 4 മതിയോ സർ? ഇപ്പൊ അത്രയും മതി. പിന്നെ ഫ്രൈഡ് റൈസ്, അല്ലെങ്കിൽ ഇത് ആദ്യം കൊണ്ടുപോവാ. ബാക്കി ഒന്നായി അപ്പൊ ഞാൻ പറയാം. സർ. ആ Yes. Soda? Yes, omelette. Yes, sir. Yes. I'll ask you. Sir? Sir? What is this? This one. Stop it! Sorry, sir. എന്തോ കടിച്ചു സർ. തന്റെ സർക്കസ് കാണാൻ വന്നല്ലെങ്കിൽ ഇവിടെ വേറെ എടുത്തോളൂ. Yes, sir. Why? Idiot. Sir. What is this? ചിക്കൻ ആലക്ക. കടിച്ചു സർ. I say, what? Catch him! Catch him! I said! ഇവനെ ഞാൻ അറിയും. ഇവനെ എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. എന്തോ മരുന്ന് കുത്തിവെച്ച് എന്നെ കൊല്ലാനാണ് അവന്റെ ശ്രമം. എന്നെ കൊന്ന് എന്റെ പരീക്ഷണ ഫലങ്ങൾ തട്ടിയെടുക്കാൻ ആരോ അയച്ചതാണ് ഇവനെ. കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടാ, കുഞ്ഞേട്ടാ. ആഹാ, പ്രഭാകരനായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല CID ഉള്ള മറ്റായിരിക്കും. ചുമ്മാ അല്ല എന്നെ മദ്രാസ് പോലീസ് പിടിച്ചത്. താൻ പിന്നെ എന്തിനാ മുടിയും താടിയൊക്കെ വെച്ചേ? കുട്ടിച്ചാ തൂക്കിക്കണ്ടല്ലോ. എന്നെ വിളിച്ചോ? ആ, എവിടെയായിരുന്നു? തന്റെ പഴയ ഉഷാറൊക്കെ പോയോ? ആ CIDകളെ തട്ടാൻ പറഞ്ഞിട്ട് തട്ടിയില്ല. ഞാനാണെങ്കിൽ ദേവഗൌഡയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. നീ ആ ഇടുക്കിയിലോട്ടൊന്ന് വിളിച്ചു പറ, കഞ്ചാവിലാറി പുറപ്പെട്ടോളാൻ. നേരത്തെ ചെയ്തിട്ടുള്ള പോലെ ചെക്ക് പോസ്റ്റ് ഇടിച്ചു തീർക്കുകയോ പോലീസുകാരെ തട്ടുകയോ എന്ത് വേണോ ആയിക്കോട്ടെ, പക്ഷേ കഞ്ചാവ് മംഗലാപുരത്ത് എത്തിയിരിക്കണം. നിന്നെ ഞാൻ കൊല്ലും. എന്നെ കൊല്ലാൻ ആരാണ് നിന്നെ അയച്ചത്? അവനെയും കൊല്ലും, നിന്നെയും കൊല്ലും. നിൽക്കണം. I'll kill you. Stop there. I say you stop there.
വേഗം Stop! 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 സാർ, യെസ്, എന്താ പ്രശ്നം? ഈ കഞ്ചാവ് ലോറി, പഞ്ചാബ് ലോറിയോ? ഈ കഞ്ചാവ് ലോറി ഈ ഈ കഞ്ചാവ് ലോറി? അതെ, കഞ്ചാവ് ലോറി. അല്ല, ചെക്ക് പോസ്റ്റ് തകർത്ത് ഓടിയെന്ന് വിവരം കിട്ടി. ചെക്ക് പോസ്റ്റ് തകർത്താലും തോക്കുമായി വന്നാലും ഏത് കഞ്ചാവ് ലോറിയും ഞാൻ പിടിക്കും. താങ്കൾക്ക് ഞങ്ങളെ സംശയവും പുച്ഛവുമായിരുന്നല്ലോ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഇൻസ്പെക്ടർ, കൊലപാതകം അന്വേഷിക്കാൻ മാത്രമല്ല ഈ സംസ്ഥാനം തന്നെ ശുദ്ധീകരിച്ചിട്ട് ഞങ്ങൾ പോകൂ. ലോറി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യൂ. ശരി, ഫ്രം തമിഴ്നാടു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. എത്രയോ വട്ടം ചെക്ക് പോസ്റ്റ് തകർത്തിരിക്കുന്നു, എത്ര പോലീസുകാരെ കൊന്നിരിക്കുന്നു. പക്ഷെ ആരും നമ്മുടെ കഞ്ചാവ് ലോറി ഇന്നുവരെ പിടിച്ചിട്ടില്ല. താടി നീട്ടി വളർത്തിയ ഒരു തടിയനാണ് അത്രേ നമ്മുടെ ഡ്രൈവറെയും വെച്ച് ഇടിച്ചു തെറിപ്പിച്ചത്. അതാരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒക്കെ CID-കളാവും. അനന്ത, പറയുമ്പോ വിഷമം തോന്നരുത്. നീ എന്ന് എന്റെ വീട്ടിൽ കാല് കുത്തിയോ അന്ന് തുടങ്ങി എനിക്ക് ആപത്ത്. പ്രഭാകര, ശവത്തെ കുത്തരുത്. എല്ലാം നഷ്ടപ്പെട്ടൊരു പിച്ചാന്തേരിയായി നിന്റെ മുമ്പിൽ വരേണ്ടി വന്നു. ഒരു കള്ള പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് ഒപ്പിച്ചതാ. ഇവിടെ ലക്ഷങ്ങൾ വെള്ളത്തിലായി കിടക്കുമ്പോഴാണ് അവന്റെ ഒരു പാസ്പോർട്ട്. ആ കുഞ്ഞുഷ്ണ, ആ ലാറിയിലുണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ, അവന്മാരോട് ഒളിവിൽ പോയിക്കൊള്ളാൻ പറ. ശരി, ഞാൻ ഗുരുവായൂർ വരെ ഒന്ന് പോവുക. അതേ ഉള്ളു ഏക ആശ്വാസം. എന്റെ പാസ്പോർട്ട് പത്രത്തിൽ പേരുണ്ടായിരുന്നെന്ന് ശോഭ പറഞ്ഞു. വലിയ വലിയ കള്ളന്മാരെയൊക്കെ CID പിടിച്ചു അല്ലേ? വായിച്ചായിരുന്നോ? ചിലപ്പോ കണ്ടില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ പേപ്പറിങ് എടുത്തു. എക്സ്പ്രസിൽ എന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിടികൂടപ്പെട്ട കഞ്ചാവ് ലോറിക്കടുത്ത് CID രാംദാസനും സംഘവും എന്ന അടിക്കുറിപ്പോടുകൂടി. ഇതെങ്ങനെയാ കുഞ്ഞ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്? അതമ്മേ, ഞങ്ങൾക്ക് ഈ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സംശയം തോന്നുന്നവരെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട്. ആഹാ, മോർണിംഗ് വന്നേ. മോനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. കുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഒരു സൈക്കിൾ അത്യാവശ്യ. അന്നൊരു പുത്തൻ കുടം കൊണ്ടുവന്നപ്പോ വാങ്ങിച്ചെന്നും കരുതി ഇപ്പൊ ഇതൊന്നും വേണ്ട. ഈ സൈക്കിളും കൊടുത്തേച്ച് CID ഇന്നങ്ങ് പോകും. നാളെ ഇത് പൊട്ടുവോ പൊളിയോ വല്ലതും ചെയ്താ പുതിയത് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങക്ക് കഴിയൂ? ആവശ്യമില്ലാത്ത ദുശീലൊന്നും കുട്ടിയെ പഠിപ്പിച്ചു. സാരമില്ല, കേസ് പിടിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൊണ്ട് വാങ്ങിപ്പോയതാ. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എന്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എനിക്കിവിടെ വേറെ ആരുമില്ല. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും അവരവരുടെ കഥയാണല്ലോ വലുത്. തരക്കേടില്ലാത്തൊരു ചുറ്റുപാടിൽ നിന്ന് എല്ലാം നശിച്ച് ബന്ധുവീട്ടിൽ അടിച്ചുകളിക്കാരി നിൽക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ ഏക മകനാണ് ഞാൻ. അമ്മ മരിക്കുമ്പോൾ ഞാൻ മദ്രാശിയിൽ മേൽവിലാസമില്ലാതെ തെണ്ടി നടക്കുന്ന ഒരു പട്ടിണിക്കാരനായിരുന്നു. കൂടുതലില്ല, കുറച്ചൊക്കെ ജീവിതത്തിൽ അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടില് ആരുണ്ടിപ്പോ? ഞാൻ വലിയ ആളായാൽ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായേക്കാം. തൽക്കാലം ആരുമില്ല. അതൊക്കെ പോകാൻ ധൃതിയില്ല.
നമ്പ്യാർ സാറേ, സാറേ ഒന്ന് കള്ള പാസ്പോർട്ട് കിട്ടിയില്ല. ദുബായി പോയാൽ മതിയോ? എവിടെയായാലും പാസ്പോർട്ട് വേണ്ടേ? വേണ്ട, അങ്ങനെ ഒരു സംവിധാനം ഒത്തുവന്നിട്ടുണ്ട്. ചരക്കും കയറ്റി പോകുന്ന ഉരുവില് നിങ്ങളെ ദുബായിലെത്തിക്കും. ഉരുവില ആ, ഇക്കാലത്ത് സംശയിക്കേണ്ടെന്നേ, ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ കള്ളലോഞ്ചിൽ കയറ്റി വിട്ടിട്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാ. അതാരാപ്പ അത്? ഇതാ ഞാൻ പറഞ്ഞ ആള്. ഇപ്രായത്തിലും ഗൾഫിൽ കിടക്കാനുള്ള പൂതി വിട്ടിട്ടില്ലല്ലേ കൊച്ചു കള്ള. എന്റെ മകന്റെ കല്യാണം അടുത്ത ആഴ്ച ഷാർജ വെച്ച് നടക്കുക. മദാമേ ആ, പെട്ടെന്ന് പാസ്പോർട്ട് ഒന്നും കിട്ടിയില്ല. അല്ല, ജോലിക്കൊന്നുമല്ല. അപ്പൊ നമ്മൾ ഇപ്പം വന്നത് നിങ്ങളെ ഭാഗ്യം. ഇത് കാലിഫോർണിയയിലേക്ക് ചരക്കും കയറ്റി പോണ ഉരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. പിന്നെ നിങ്ങൾക്കും വേണ്ടി നമ്മളിത് ദുബായ് കടപ്പുറം വഴി തിരിക്കാം. നീന്തറിയോ? എന്തിനാ? നീന്താൻ. കരയിലേക്ക് ഉരു അങ്ങനെ അടുപ്പിക്കാൻ പറ്റൂല്ലോ, അതുകൊണ്ട് ഇത്തിരി നീന്തേണ്ടി വരും. നീന്താം, പക്ഷെ ദുബായ് പോലീസിന്റെ കണ്ണിലോ മറ്റേ എന്ന് പെട്ടാൽ? അതിന് നിങ്ങൾ പോലീസിന്റെ മൂക്കിന്റെ അകത്തെ കല്ലല്ലേ കയറി ചെല്ലണേ. പ്രായമായ ആളല്ലേ, മൂപ്പർക്ക് ധൈര്യം കുറച്ച് കുറവാ. അതിന് നമ്മളില്ല ഇവിടെ. നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി. ഒരു അറബി ഡ്രസ്സ് കരുതിക്കോളി. കര വറ്റ ഉടനെ അതിട്ട് അങ്ങോട്ട് നടക്കുക. പിന്നെ അത്യാവശ്യം അല്ലറ ചില്ലറ അറബി വാക്കുകൾ ഞാൻ അപ്പൊ പഠിപ്പിച്ചു തരാം. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അറബികളെ അറബി പോലീസ് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും അറബി ഭാഷയൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒന്നുമില്ലാന്ന് ഇപ്പൊ പഠിപ്പിച്ചു തരാം. അസ്സലാമു അലൈക്കും. പറഞ്ഞാട്ടെ. അസല് അസ്സലാമു അസ്സലാമു അലൈക്കും. അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വ അലൈക്കും മുസലാം. വ വാ അലൈക്കും മുസലാം. അലൈക്കും മുസലാം. മതി മതിന്ന് ശരി മതി. അപ്പം അറബിക്കുപ്പായും പൈസ ആയിട്ട് വെള്ളിയാഴ്ച രാത്രി ഇങ്ങോട്ട് പോരണം. ഈ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. എത്രയോ പ്രാവശ്യം ഞാൻ ഈ ബുൾഫിഞ്ചിന്റെ സ്വരം കേട്ടിട്ടുണ്ട്. അങ്ങ് അകലെ ഒരു വിദൂര സ്വപ്നം പോലെ അവയുടെ ചിറകിന്റെ വർണ്ണം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം വെള്ളിയാഴ്ചകൾ മാത്രമായിരുന്നെന്ന് ഇപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചെടുത്തത്. അപ്പോ മറ്റു ദിവസങ്ങളിൽ അവ ഏതോ അജ്ഞാത പ്രദേശങ്ങളിൽ അലയുന്നുണ്ടാവണം. ഉണ്ടാവണം. ഈ വെള്ളിയാഴ്ച രാത്രി നമ്മൾ എല്ലാ സന്നാഹങ്ങളോടും കൂടി പുറപ്പെടും. അയലൻഡിൽ ചെല്ലും, ബുൾഫിഞ്ചിനെ കണ്ടെത്തും.